ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കിച്ചൺ വീഡിയോ ചെയ്തിട്ട് ഇത്തിരി ദിവസമായല്ലേ. അപ്പം ഇന്ന് നമുക്കൊരു ചെറിയ കിച്ചൺ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ചോറ് അരി ചരിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ കുക്കറിൽ ശകലം സാമ്പാർ, അണ്ണന് വ്രതമാണ്, 41 ദിവസം വ്രതമാണ്. നമ്മുടെ കാവിൽ നെയ്വിളക്കുണ്ട്. അപ്പോൾ അതിന് വ്രതം പിടിച്ച് നെയ്വിളക്കെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണത നമുക്ക് ലഭിക്കുന്നത്. അപ്പം അണ്ണൻ വ്രതത്തിലാണ്. അപ്പം അണ്ണന് മീനൊന്നും അണ്ണൻ മീൻ കൂട്ടില്ല, 41 ദിവസവും വ്രതം തന്നെയാണ്. അപ്പോൾ സാമ്പാർ ഞാൻ ഫിസിലടിപ്പിച്ച് വെച്ചിരിക്കുന്നു. അപ്പം നമുക്ക് അടുത്തത് എന്താണ് എന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് നമ്മുടെ സുഖവിവരങ്ങളൊക്കെ പിന്നെ സംസാരിച്ചാലോ. ആദ്യം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അടുത്തത് തോരന് വേണ്ടി ഞാൻ ക്യാരറ്റും പയറും കൂടി അരിഞ്ഞ് അതിലേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അരപ്പ് ഞാൻ തയ്യാറാക്കിയിട്ടില്ല. കണ്ടോ. അപ്പോൾ അതിൻ്റെ അരപ്പ് തയ്യാറാക്കണം. അത് കഴിഞ്ഞിട്ട് ഇപ്പം മീൻ കൊണ്ടുവന്നു. കണ്ടോ, നല്ല ഫ്രഷ്. വണ്ണം കൂട്ടാത്തത് കൊണ്ട് ഇന്നലെ മീൻ വാങ്ങിയില്ല. ഇന്നലെ മിനിങ്ങാന്നും മീൻ വാങ്ങിയില്ല, വൃശ്ചിക മാസം അല്ലേന്ന് വിചാരിച്ചു. കണ്ടോ, നല്ല ഫ്രഷ് ചൂരക്കുട്ടി കണ്ടോ. അപ്പോൾ അതിന് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഒരു മീൻ കൊതിയൻ ചെറുക്കനുണ്ട്. ആ മീൻ കൊതിയൻ ചെറുക്കൻ ഇന്നലെ പനിയായിട്ടാണ് സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ചെറിയ പനിയും ക്ഷീണവുമായിട്ടാണ് വന്നത്. അങ്ങനെ അപ്പോൾ തന്നെ മോള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കുഴപ്പമില്ല. അങ്ങനെ ഇന്ന് സ്കൂളിൽ വിട്ടില്ല. അപ്പോൾ മീനിൻ്റെ ആളാണവൻ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് നമ്മുടെ തോരൻ്റെ അരപ്പൊന്ന് റെഡിയാക്കട്ടെ. മൊബൈൽ ഓണാക്കിയില്ല. എനിക്ക് പറ്റുന്ന മണ്ടത്തരങ്ങളെല്ലാം ഇതാണ്. മൊബൈൽ നീക്കി വെച്ചിട്ട് മൊബൈൽ ഓണാക്കാതെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ അത് വല്ലതും റെക്കോർഡാവുമോ? കുട്ടൂസോനെ, അത് വല്ലതും മൊബൈലിൽ റെക്കോർഡാവുമോ? അമ്മാമ്മയ്ക്ക് പറ്റുന്ന മണ്ടത്തരങ്ങളെല്ലാം അങ്ങനെയാണ്. എൻ്റെ കുട്ടൂസ് മോൻ ഇന്നിവിടെ ഉണ്ട്. പനിയായിട്ട് കള്ളോടിച്ചൊക്കെ നിപ്പോണ്ട് ഇവിടെ. എൻ്റെ മോന് പനിയാണാ? കുട്ടൂസോന് മീൻ ഇഷ്ടമല്ല. അവന് മീൻ കൂട്ടയെല്ലാം മീൻ ഇഷ്ടമല്ല അവന്. അല്ലേ അവനെ? ഇഷ്ടമല്ലേ? ഇഷ്ടമല്ല എൻ്റെ കൊച്ചിന്. അതുകൊണ്ടൊന്നും മീൻ കൊടുക്കൂല. അപ്പം നമുക്കിതൊന്ന് ഇളക്കിച്ചെടുക്കാം. ഉപ്പും അരപ്പും വെളിച്ചെണ്ണയും, നല്ല പയറും ക്യാരറ്റും കൂടിയാണ്. കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട് ഒത്തിരി ദിവസമായി. അതിൻ്റെ പച്ചപ്പൊന്ന് മാറട്ടെ. അപ്പം ഇനി നമുക്ക് നമ്മുടെ മീൻ കട്ട് ചെയ്തെടുക്കണം. അതിൽ ചേർക്കാനുള്ള ഇതൊന്ന് റെഡിയാക്കണം. അപ്പം നമ്മുടെ വൃശ്ചിക മാസം പിറന്നിട്ട് നമ്മുടെ അവിടെ നിന്ന് മലയ്ക്ക് പോയവർ 1-ാം തീയതിയാണ് മലയ്ക്ക് പോയത്. അന്ന് ശബരിമലയിലുണ്ടായ തിരക്കെന്ന് പറഞ്ഞാൽ അവർ സാധാരണ മലയ്ക്ക് പോയാൽ വൈകിട്ട് പോയാൽ പിറ്റേന്ന് കാലത്ത് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചെത്തുന്നവരാണ്. അവർ തിരിച്ചെത്തിയത് പിറ്റേന്ന് രാത്രി 9:30 മണിയായി അവർ ശബരിമലയിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ. അത്രയ്ക്ക് തിരക്കായിരുന്നു ശബരിമലയിൽ.
തിരക്കെന്ന് പറഞ്ഞാൽ ഇതുവരെ ഇല്ലാത്ത ഒരു തിരക്കായിരുന്നു. എന്തായാലും ഒരു കണ്ട് നല്ലപോലെ തൊഴുത് അങ്ങനെ നമ്മൾ ഇന്നലെ ശബരിമല പ്രസാദവും കഴിച്ചു. ശബരിമല പ്രസാദം എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകത തന്നെയാണല്ലേ. അയ്യപ്പനെ പോയി കണ്ട് തൊഴുത് ഉള്ളി എത്രയും കയ്യിൽ നിന്ന് താഴെ പോകണം. തൊഴുത് അതൊക്കെ നമുക്കൊരു അനുഗ്രഹം കിട്ടുക എന്ന് പറഞ്ഞാൽ ഞാനെപ്പോഴും എൻ്റെ മനസ്സിൽ വിചാരിക്കും, എൻ്റെ കുഞ്ഞിലേയും എന്നെ ആരും കൊണ്ടുപോയിട്ടില്ല, ഇനി എനിക്ക് പോയി കാണാൻ പറ്റുമോ എന്ന് എൻ്റെ മനസ്സിൽ. എൻ്റെ കാലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു, പിന്നെ തടിയും അങ്ങനെയൊക്കെ ഉള്ള. ഇനി തോരൻ നമുക്കങ്ങ് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അതുകൊണ്ട് നല്ലതുപോലെ തോന്നിട്ടുണ്ട്. അപ്പം നമുക്കതങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഞാൻ സാമ്പാർ ഒന്ന് തുറന്ന് നോക്കാം. ഞാൻ തുറന്നില്ല, ആവി പോവട്ടെ എന്ന് വിചാരിച്ച്. സാമ്പാറെന്ന് പറഞ്ഞാൽ എല്ലാ മലക്കറി വെള്ളരിക്ക അങ്ങനെ ഒന്നുമില്ലായിരുന്നു. ഞാൻ വെറുതെ ഒരു ചെറിയ സാമ്പാർ എന്നുള്ള രീതിക്ക് ഒരു ചെറിയ പുളി പോലെ വെച്ചു, ഇത്രയേ ഉള്ളൂ. മീൻ കൂട്ടാതിരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു കൂട്ടാനില്ലെങ്കിൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടല്ലേ. അന്നേരം സാമ്പാർ ഇഷ്ടമാണ്. ചമ്മന്തിയേക്കാളും അന്നേരം സാമ്പാറാണ് ഇഷ്ടം. ചമ്മന്തിയോട് അത്ര ഒരു ഇതല്ല. ഇനി കടുക് വറുക്കണം. സാമ്പാർ നല്ല സൂപ്പർ സാമ്പാറാണ് കേട്ടോ. കണ്ടോ സാമ്പാർ നല്ല സൂപ്പർ സാമ്പാറാണ്. പിന്നെ നമുക്കതിന് കടുക് പൊട്ടിക്കണം. പിന്നെ ഞാൻ ഒരു സാധനം ചേർക്കാൻ മറന്നുപോയിട്ടുണ്ട്, കായപ്പൊടി. ശകലം ഉപ്പ് കൂടി ഇടാം. നമുക്ക് കറിയാകുമ്പോൾ നമുക്ക് ഇപ്പോഴും ഇത്തിരി കൂടെ മുന്നിൽ നിൽക്കുന്നത് നല്ലതാണ്. നല്ല കട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ശകലം വെള്ളം കൂടെ നല്ല കട്ടിക്കാണ്. അപ്പോൾ ഇത്രയും കട്ടി വേണ്ട, ഒരു ശകലം വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നീലാത്തുണ്ടിലേ പാടി കേട്ടൻ്റെ കാരി വൃശ്ചിക മാസം പറക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു വല്ലാത്ത ഇന്നലെ കുട്ടൂസ് മോൻ പഠിക്കാൻ പോയിട്ട് വന്നപ്പം ചെറിയ ഇങ്ങനെ പനിയായിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. മോൻ വന്ന ഉടനെ കിടന്ന് മമ്മാമ്മ എനിക്ക് അയ്യ മാമ. അപ്പോൾ എൻ്റെ കുട്ടൂസിന് പനിയാ ഒരു അസുഖമൊക്കെ വന്നിട്ടിപ്പം ഏകദേശം ഒരുപാട് നാളാവും. മറ്റേ കൊച്ചിലെ 2-3 പ്രാവശ്യം കഫക്കെട്ടും പനിയായിട്ടൊക്കെ ആശുപത്രി കിടന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കട നടത്തിക്കൊണ്ടിരുന്നപ്പോഴും ഒരു പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് അങ്ങനെ ഒരു കുഴപ്പവും ഇല്ല. പിന്നെ പഠിക്കാനൊക്കെ ആയിട്ടും ഇപ്പം എനിക്ക് തോന്നുന്നു വർഷങ്ങളാവും ഒരു കുഴപ്പവും ഇല്ലാതെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ നേരം കൊണ്ട് ഒരു കുഴപ്പവും ഇല്ലാതെ. അപ്പോൾ ഇന്നലെ ഇങ്ങനെ ഒരു ചെറിയ പനിയുടെ കോള് വന്നപ്പോഴത്തേക്ക് അവന് ക്ലാസ്സിലെ പിള്ളേർക്കെങ്ങാണ്ടേയൊക്കെ ജലദോഷമോ പനിയൊക്കെ ഉണ്ട്. അപ്പം സ്കൂൾ വണ്ടി കൊണ്ട് നിർത്തിയപ്പോഴേ മോൾ വിളിക്കാൻ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ പിന്നെ അത് വാതിലിൽ നിൽക്കുന്ന ആൻറ്റി പറഞ്ഞു തന്നു കുട്ടൂസ് മോന്
ചെറിയ പനിയുടെ ലക്ഷണമുണ്ടെന്ന്. അങ്ങനെ വന്ന് മോള് അപ്പോഴത്തന്നെ ആശുപത്രി കൊണ്ടുപോയി മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന്. മരുന്ന് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോഴത്തന്നെ. അതുകൊണ്ട് അവൾ വരാൻ താമസിച്ചുകൊണ്ടിരുന്നില്ല. അമ്പലത്തിൽ സന്ധ്യാമം നമ്മൾ പോയിരുന്ന് സന്ധ്യാമം ചൊല്ലിക്കുമ്പം നമുക്ക് എന്തോ ഒരു മനസ്സിനൊരു നല്ല ഒരു ഇതാണ്. മിനിഞ്ഞാന്ന് പോകാൻ പറ്റിയില്ല. മിനിഞ്ഞാന്നെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മരുമോൻ്റെ ബന്ധത്തിലെ ഒരു കല്യാണ റിസപ്ഷന് പോവേണ്ടി വന്നു. അപ്പം നമ്മളവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് പിന്നെ അമ്പലത്തിൽ പോകണത് ശരിയല്ലല്ലോ. ചിക്കൻ അങ്ങനെ ഒക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ അമ്പലത്തിൽ പോകുന്നത്. അതുകൊണ്ട് പിന്നെ മിനിഞ്ഞാന്ന് കയറി പോകാൻ പറ്റിയില്ല. അങ്ങനെ ഇന്നലെ പിന്നെ പെട്ടെന്ന് തന്നെ പോയി കുറച്ച് നേരം. അതുകൊണ്ട് സന്ധ്യാമത്തിനവിടെ ആൾ വന്ന് കറക്റ്റ് 6 മണിക്ക് സന്ധ്യാമം തുടങ്ങിയെങ്കിലേ 6:30 മണിക്ക് തീർന്ന് 6:30 മണിക്ക് തന്നെ പൂജ തുടങ്ങും അവിടെ. ഇപ്പോൾ പോറ്റി അത് കറക്റ്റാണ് 6:30 മണിക്ക് അവിടെ പൂജ തുടങ്ങിയിരിക്കും. അപ്പോൾ ഇന്നലെ സന്ധ്യാമം ഒത്തിരി നേരം താമസിക്കുകയും ചെയ്തു തീരാനായിട്ട്. നമ്മൾ പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ സന്ധ്യാമം സ്ഥിരമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കതിനൊരു ഇതില്ല. അപ്പം ആദ്യമൊക്കെ ഇല്ലാതാവുമെങ്കിലും അവസാനമൊക്കെ ആകുമ്പോൾ നമുക്കൊരു അറപ്പ് വരും. അപ്പം സാമ്പാർ ഇനി കടു പൊട്ടിക്കണം. പച്ചവെള്ളം ഒഴിച്ച് ഞാനൊരു ശകലം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ പച്ചവെള്ളം ചേർക്കാൻ നിൽക്കരുത്. പച്ചവെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു പാടാണ്. അപ്പോൾ ഇനി നമുക്കതിന് കടു പൊട്ടിക്കണം. മീനും അടുപ്പി വയ്ക്കാം. അതിന് മീൻ കണ്ടിച്ചെടുക്കണം. അപ്പം അതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഞാനൊന്ന്. നമുക്ക് മീൻകറി നല്ല ഫ്രഷ് ചൂരയായിരുന്നു കേട്ടോ. നല്ല പച്ച ചൂരയായിരുന്നു. അതേ ഞാൻ കട്ട് ചെയ്തെടുത്തു. ദേ കണ്ടോ, ദേ കാണുന്നുണ്ടോ, മറവുണ്ടോ? ദേ കണ്ടോ, നല്ല പച്ച ചൂര ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇതിൻ്റെ ഒരു മറവ് കിടക്കുന്നുണ്ടല്ലോ. അതിൻ്റെ വയറിൻ്റെയാണ്. ഞാൻ മൈക്ക് എൻ്റെ ഇതിൽ വെച്ചാണ് സംസാരിക്കുന്നത്. സൗണ്ട് കിട്ടുമോ നമുക്കറിയാമല്ലോ. നമുക്കിതിനോട് കിട്ടിയ മറ്റേ സ്റ്റാൻഡിനോട് കിട്ടിയ. ഇപ്പം ഞാൻ ആ സ്റ്റാൻഡല്ല വെച്ചേക്കുന്നത്, ചെറിയ സ്റ്റാൻഡാണ് വെച്ചേക്കുന്നത്. എന്തായാലും മൈക്ക് ഞാൻ എൻ്റെ ഉടുപ്പിൽ കുത്തിയിട്ടുണ്ട്. സൗണ്ട് വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നമുക്കറിയാം. മറിഞ്ഞു പോകുന്നു. അപ്പം നമ്മളെ ചട്ടി ചൂടായി, നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാൻ മൈക്ക് നോക്കിക്കൊണ്ടിരുന്ന സമയത്തിന് നല്ലതുപോലെ ചൂടായി. മൈക്ക് മറിഞ്ഞു പോകുന്നു. അപ്പം ഞാൻ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ചു. നമുക്ക് സാമ്പാറിന് കൂടി ഇത്തിരി കടുക് വറുത്തത് ഒഴിക്കണം. മീനിലേക്ക് ചേർക്കാനായി
ഞാൻ ഇഞ്ചിയും ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് 2 കടുക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞതാണ്. വറ്റൽ മുളകാണ്. ഒന്ന് ചരിച്ചപ്പോഴത്തേക്ക് എല്ലാം കുടിഞ്ഞ് പോന്നു. നമുക്ക് സാമ്പാർ ഇവിടോട്ട് ഇറക്കി വയ്ക്കാം. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് കടുക് വറുത്തത് ഇതിലേക്ക് ഒഴിക്കട്ടെ. ഇത് നമുക്ക് മീന് വേണ്ടി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് തക്കാളിക്ക, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കരിയേപ്പില നമുക്ക് വെളിയിലൊരു ചെറിയ മൂട് നിൽപ്പുണ്ട്, അതിൽ നമുക്ക് ഇത്തിരി എടുക്കാം. അപ്പോൾ ഇത് സാമ്പാറിലൊഴിച്ചത് ഞാനൊന്ന് ഇളക്കി ചേർത്ത് അങ്ങ് അടച്ചു വയ്ക്കട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ മണം പോവും. നല്ല സൂപ്പർ സാമ്പാറാണ് കേട്ടോ. ഈ സാമ്പാർ മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. ദേ കണ്ടോ, നല്ല സൂപ്പർ സാമ്പാറാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ശകലം കുരുമുളക് പൊടി, അയ്യോ, ക്യാമറ ഓഫായിരുന്നു ഇത്രയും നേരം. എൻ്റെ ദൈവമേ, എനിക്ക് പറ്റുന്ന അമളികളെല്ലാം ഇത് തന്നെ ഈശ്വര. എപ്പോഴും ഓഫാക്കിയതാണെന്തോ.
എൻ്റെ പൊന്നേ, ക്യാമറ ഓണാക്കാതെയാണ് ഞാൻ ഇത്രയും നേരവും വീഡിയോ ഇട്ടത്. പറ്റുന്നതെല്ലാം മണ്ടത്തരങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നതെല്ലാം. ഉള്ളിയിട്ട് വാട്ടിയതും അപ്പോൾ ഒന്നും കാണിച്ച് കാണത്തില്ല. ഉള്ളിയിട്ട് വാട്ടി കടുവറുത്തു. കടുവറുത്തേന്ന് സാമ്പാറിന് കോരിയിട്ടു. കടുവറുത്ത് അതിന് ശേഷം ഉള്ളിയും തക്കാളിക്ക് അതെല്ലാം കൂടി ഇട്ട് വാട്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ എണ്ണയിലിട്ട് വീണ്ടും അതിൻ്റെ പച്ചപ്പ് മാറാനായിട്ട് നല്ലപോലെ വാട്ടിയതിന് ശേഷം ഒരു ചിരവ തേങ്ങയും പുളിയും കൂടി നല്ല അതെടുത്തതിന് ശേഷം അത് എണ്ണയിലിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വരട്ടി. അതിന് ശേഷം ഞാനിപ്പം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്താണ് അടച്ചിട്ടിരിക്കുന്നത്. ഇപ്പം വീഡിയോ പൗസ് ചെയ്ത് വയ്ക്കാമെന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പം വീഡിയോ ഞാൻ ഓണാക്കിയിട്ടില്ല. എനിക്ക് പറ്റുന്ന മണ്ടത്തരങ്ങൾ മൊത്തം ഇതാണ്. എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യൻ്റെ ഓർമ്മശക്തി ഇത്രയ്ക്കുണ്ട്. പിന്നെ ചില സമയത്തൊക്കെ വീഡിയോ ഇടുന്നതിനോട് തന്നെ അങ്ങ് ഇത്ര വർഷമായി ഞാൻ വീഡിയോ തുടങ്ങിയിട്ട് എനിക്ക് ഇതുവരെയും സബ്സ്ക്രൈബൊക്കെ തികഞ്ഞ് കിടക്കുന്നു. പക്ഷേ എനിക്കൊരു ഉപയോഗം ഇതുവരെയും ആയി വന്നിട്ടില്ല. 10,000 15,000 പേരും കണ്ട വീഡിയോ, 20,000 പേര് വരെ കണ്ട വീഡിയോ നല്ല ഇതിൽ കയറി വന്ന്, പക്ഷേ ടക്കനെ അങ്ങ് നിന്ന് പോവും. എനിക്ക് പിന്നെ പെട്ടെന്ന് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത എന്തെങ്കിലും ഒരവസ്ഥ, അമ്മയുടെ മരണമായാലും എൻ്റെ വിരൽ മിക്സിക്കകത്തായി അങ്ങനെ ഉള്ള പ്രശ്നങ്ങളായി വന്ന്, പിന്നെ എന്തെങ്കിലുമൊക്കെ വീട്ടിലെ പ്രശ്നങ്ങളാവും, എന്തെങ്കിലുമൊക്കെ പിന്നെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഒത്തിരി ഇതാകുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഉള്ള ഒരു ഇത് ആരുമില്ലാതെ ഉള്ള ഒരിത്. നല്ല ആൾക്കാർ മനുഷ്യപ്പറ്റുള്ള മനുഷ്യരാണെങ്കിൽ അതിനോട് നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരും. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ എന്നോട് 1-2 പേര് നല്ലതുപോലെ ചോദിച്ചു, അത് വീഡിയോ എടുത്തിടാത്തത്, നല്ലൊരു വീഡിയോ അമ്പലത്തിൽ അത് ചെയ്യാത്തത്. അങ്ങനെ നല്ല മനസ്സോടെ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ അതുപോലും ഇവിടെ രക്ഷപ്പെടരുത്, ഇതിൽ നിന്ന് 5 പൈസയും വാങ്ങരുത് എന്ന് മനസ്സിൽ വിചാരിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. പക്ഷേ എനിക്ക് ഇതെന്നായാലും ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് എനിക്ക് 10 പൈസ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയാൽ എൻ്റെ മഹാദേവന് വേണ്ടി ഞാൻ ആദ്യം ഇതാക്കിയതിന് ശേഷം മാത്രമേ ഞാനത് കയ്യിൽ നിന്ന് എടുക്കൂ എന്നെൻ്റെ മനസ്സിലൊരു ശപഥം ഞാൻ വെച്ചിട്ടുണ്ട്. ആര് ഇതാക്കിയാലും എൻ്റെ മുറ്റത്ത് കിടക്കുന്ന അമ്പലമാണ്. ആ അമ്പലത്തിന് ഞാൻ എന്തെങ്കിലും ആദ്യം ഞാൻ ചെയ്യുന്ന ഭഗവാന് വേണ്ടിയായിരിക്കും. അതുപോലെ തന്നെ ഈ അമ്പലത്തിലെ കാര്യങ്ങൾ, ആ അമ്പലത്തിലെ അനുഭവങ്ങൾ എല്ലാവർക്കും അറിയത്തില്ലല്ലോ. അപ്പം എല്ലായിടവും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഇത് എനിക്കിതുവരെ അങ്ങനെ ഒരു ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് മീനിടാം. അപ്പോൾ ഇന്ന് മീൻ വറുക്കുന്നില്ല, മീനെല്ലാം കറി തന്നെ വയ്ക്കുകയാണ്. കുട്ടൂസ് മോൻ പഠിക്കാൻ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് അങ്ങ് കറി തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു. നല്ല ചൂരയാണ് കേട്ടോ, നല്ല വഷ്ട ചൂര. അപ്പം നമുക്കിനി അത് അങ്ങ് അടച്ചിട്ട് വേവിക്കാം. ഞാൻ റേഷൻ അരിയാണ് ഇട്ട് വെച്ചത്, റേഷൻ ചോറാണ്. അപ്പം നമ്മുടെ പയർ തോരൻ, നമ്മുടെ സൂപ്പർ സാമ്പാർ. ഞാനിപ്പോൾ 2 കറിവേപ്പില നമ്മളെ കറിവേപ്പിലയിൽ കൊണ്ട് നിർത്തു, പുറത്തൊക്കെ ഇട്ട് സൂപ്പർ സാമ്പാറാണ്. പാത്രമൊക്കെ തേച്ച് റെഡിയാക്കി തൂത്ത് അടുക്കളയിലെ പണിയൊക്കെ തീർത്ത് പാത്രമൊക്കെ തേച്ച് വെച്ചു. പപ്പടം പൊരിക്കാനെടുത്ത് വെച്ചതാണ്, വേണമെങ്കിൽ. നമ്മുടെ മീൻകറി റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നു. നല്ല സൂപ്പർ മീൻകറിയാണ്.
അതൊന്ന് വറ്റി വരട്ടെ. അപ്പോൾ നമ്മളെ മീൻ കറി ഇത് നല്ല ഇതായിട്ടുണ്ട്. കണ്ടോ സൂപ്പർ മീൻ കറി. അത് ലൈറ്റ് വട്ടം കിടക്കുന്നതുകൊണ്ടാണ് നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പർ മീൻ കറിയാണ്. ഞാൻ ഓഫ് ചെയ്തു. ഇനിയിപ്പം നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി മീൻ കറിയായിട്ട് വരും. നല്ല സൂപ്പർ മീൻ കറിയാണ് കേട്ടോ. നിങ്ങൾക്ക് ആ വെട്ടത്തിൻ്റെ ഒരു ഇതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. നല്ല ഒരു ടേസ്റ്റി മീൻ കറിയാണ്. നിങ്ങളും ഇതുപോലെ വെച്ചൊക്കെ കൂട്ടാൻ ശ്രമിക്കുക. അപ്പം ഇന്നത്തെ എൻ്റെ ഊണ് ചോറ്, മീൻ കറി, പയറുതോരൻ, സാമ്പാർ. ഇഷ്ടമായോ? ഇന്നത്തെ എൻ്റെ ഊണ് നിങ്ങൾക്ക് ഇഷ്ടമായോ? കിച്ചൺ വീഡിയോ ചെയ്തിട്ട് ഒത്തിരി ദിവസമായിരുന്നു. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ കണ്ടും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീണ്ടും പറയണമല്ലേ. ഓളെന്നുള്ള ഓപ്ഷൻ ഒന്ന് അമർത്തി വെച്ചിരുന്നാൽ ഞാനിടുന്ന ഈ കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നാളെ നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ.